ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കിതേ ഇന്നത്തത് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചങ്ങോട്ട് എണീറ്റതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു മട്ടൻ ബിരിയാണി. അതിനെപ്പറ്റി പറയാനായിട്ട് ഭയങ്കര വാചാലയാവാനായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു തരം മട്ടൻ ബിരിയാണി ആണ് നമ്മൾ ഇന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഷോർട്സ് ഇടാമെന്ന് ആദ്യം കരുതിയത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു 4 to 6 മിനിറ്റ്സിൻ്റെതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഡാഡിയും മകനും കൂടെ എനിക്കിന്ന് കൂട്ടായിട്ട് കിച്ചണിൽ ഉണ്ടായിരുന്നു. ശരത്ത് നന്നായിട്ട് എനിക്ക് കട്ടിങ്ങിനും ബാക്കി എല്ലാത്തിനും നോർമലി ഹെൽപ്പ് ചെയ്യണ പോലെ തന്നെ ശരത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേ അവൻ ഡോക്ടറായിട്ട് അവൻ്റെ അച്ഛന് ഇഞ്ചക്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടെ എന്തോ പാട്ട് പാടുകയാണ്. ഓക്കെ, പാട്ടൊക്കെ പാടി ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്. ഒഴിവുവേളയല്ല, ചെന്നൈയിലെ ചൂടത്ത് നമ്മുടെ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആയാസം കുറയ്ക്കാനായിട്ട് പലപ്പോഴും ഈ പാട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, ഇതൊരു കഥയാണ്. ലൈക്ക് എനിക്ക് ഈ ഇതുണ്ടാക്കുമ്പോഴുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ഓർമ്മകൾ. ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കഴിവാതെ വെച്ചേക്കാനാണ്. അല്ല, ഞാൻ അതിനകത്ത് ഉള്ളി വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ പാത്രവും എണ്ണയൊക്കെ ഇതുപോലെ കറ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഇത് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവോളയും കശുവണ്ടി പരിപ്പും പിന്നെ മുന്തിരിയും വറുത്ത് കോരിയതാണ്. നമ്മുടെ മട്ടൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 5 വിസിൽ ഞാൻ വേവിച്ചു കേട്ടോ. 5 വിസിൽ എന്ന് വെച്ചാൽ കുറച്ച് വലിയ കഷ്ണമായിട്ട് എടുത്ത മട്ടനാണ്. 5 വിസിൽ വേവിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് കുറച്ച് നേരം വറ്റിച്ചെടുത്തു. ഇത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ സാലഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സവോള, തക്കാളി, പിന്നെ മല്ലിച്ചെപ്പ്, പച്ചമുളക്, ഇതിൻ്റെ കൂടെ അല്പം എന്താ പറയുക ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ ഒന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഞെരടി എടുക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾക്ക് ആ സാലഡിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ, സാലഡ് മാത്രം കഴിക്കാൻ തോന്നും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതെല്ലാം ചേർത്ത് കൈകൊണ്ട് കുറച്ച് ഉപ്പ് ചെയ്യണം, തിരുമ്മിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന നേരത്തേക്ക് മാത്രമേ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കേർഡ് യൂസ് ചെയ്യാവൂ. അത് നല്ല കട്ടി തൈര് എടുത്ത് നന്നായിട്ട് ഉടച്ചു ചേർത്താൽ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ നമ്മുടെ സാലഡ്. പിന്നെ ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് കൊറിയാണ്ടറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്കിതിൻ്റെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, അമ്മ ഈ സാധനങ്ങളൊക്കെ വറുത്ത് ആദ്യമേ എല്ലാം ഇങ്ങനെ മാറ്റി വയ്ക്കുമല്ലോ, വറുത്തെല്ലാം മാറ്റി വയ്ക്കും. സോ അമ്മ വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് ഇടാൻ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പാതി മുക്കാലും ഞങ്ങൾ കഴിച്ചു കാണും. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം അമ്മ കണ്ടും കാണാതെ എടുത്തിടും. അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലെയർ ചെയ്യുന്നുണ്ട്. ലെയർ ചെയ്യുമ്പം ആദ്യം നന്നായിട്ട് ഞാൻ അതിനകത്ത് കറി ഒഴിച്ചായിരുന്നു. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. മൊത്തമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് ആ ഗ്രേവി ഒരു 3-4 തവി ഗ്രേവി ഒഴിച്ചു. കാരണം ഞാൻ ഒരു ½ an hour ഇത് ദം ചെയ്യാൻ വെച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കൊറിയാണ്ടർ അതെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ്റെ കഷ്ണം, അതായത് ഞാൻ വലിയ കഷ്ണമായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ മീറ്റ് വന്നിട്ട് ഇങ്ങനെ വെന്തുടഞ്ഞും പോവില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ലെയർ ചെയ്യാണ്. ഞാൻ ആകെ 2 ലെയറേ ഉള്ളൂ. നടുക്കത്തെ ലെയറിൽ മീറ്റ് ഫുള്ളായിട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് വീണ്ടും നമ്മുടെ റൈസ് നിരത്തിയതിന് ശേഷം ഏറ്റവും അവസാനം ഈ ബാക്കിയിരുന്ന നമ്മുടെ എന്താ പറയുക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരല്പം നെയ്യ് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ട് മാറ്റുക. ഇത്രയും ഗ്രേവി എനിക്ക് ബാക്കിയുണ്ട്. നമുക്ക് വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്കോ എന്തിനു വേണ്ടിയിട്ടെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദമ്മിന് മുമ്പുള്ള പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ½ an hour ദം ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2 hours ശേഷമാണ് ഞാൻ ഈ പാത്രം ഒന്ന് പൊട്ടിച്ചത്. അപ്പോൾ നല്ല അസ്സല് മണമായിരുന്നു കേട്ടോ. നമ്മുടെ ചോറ് കണ്ടോ, എങ്ങും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. നല്ല തുരുതുരാന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീറ്റിൽ അത്യാവശ്യം നെയ്യ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് നമ്മൾ നെയ്യ് യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി യമ്മി ബിരിയാണി നമുക്കിന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും ഈ ഒരു ഈസ്റ്റർ നന്നായിട്ട് അടിച്ചു പൊളിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൾച്ചർ കഫേയുടെ വക ഒരു ഹാപ്പി ഈസ്റ്റർ. ബൈ.